ഹലോ ഗൈസ്, അങ്ങനെ നമ്മുടെ ഉപ്പും മുളകിലും നമ്മൾ കാത്തിരുന്ന നിമിഷം എത്തുന്നു ഗൈസ്. അതേ കൂട്ടുകാരെ, നമ്മുടെ ലച്ചുവിന്റെ അമ്മായിയമ്മയും അമ്മായിയപ്പനും കൂടെ നമ്മുടെ പാറമട വീട്ടിലേക്ക് വരികയാണ്. അത് എന്താ പറയാ, അവിടെ ഉടനീളം നമ്മുടെ പാറമട വീട്ടിൽ ഉണ്ടാക്കും എന്നുള്ളൊരു സൂചനയാട്ടോ. അതായത് നമ്മുടെ ഉപ്പും മുളകിലെ പുതിയ രണ്ട് കഥാപാത്രങ്ങൾ ഇനി അങ്ങോട്ട് ഉടനീളം ഉണ്ടാകുന്ന രണ്ട് കഥാപാത്രങ്ങളായിട്ടാണ് ഇവർ നമ്മുടെ ഉപ്പും മുളകിലേക്ക് വരാൻ പോകുന്നത്. അപ്പൊ നമ്മുടെ പാറമട വീടിന്റെ അവസ്ഥ എന്തായി തീരും? നമ്മുടെ ലച്ചുവായിട്ട് പോരായിരിക്കുമോ? നമ്മുടെ ഭവാനിയമ്മയായിട്ട് എങ്ങനെയായിരിക്കും? പക്ഷേ ഇവരുടെയൊക്കെ വരവിനൊക്കെ പിന്നാലെ നമ്മുടെ പ്രേക്ഷകരുടെ ചോദ്യം വേറൊന്നുമല്ല, സിദ്ധു എന്തേ? ഞങ്ങൾക്ക് ഇവരൊന്നുമല്ല ആവശ്യം, ഞങ്ങൾക്ക് സിദ്ധുവും ലച്ചുവും തമ്മിലുള്ള കോംബോയാണ് ആവശ്യം. എത്ര നാളായാലും ശരിക്കും പറഞ്ഞാൽ സിദ്ധുവിനെ ലച്ചുവിനെ ഒരുമിച്ച് കണ്ടിട്ട്. ആദ്യം ലച്ചു കുറെ ദിവസം ഉണ്ടായിരുന്നില്ല, പിന്നെ ദാ ലച്ചു തിരിച്ചു വന്നപ്പോ നമ്മുടെ സിദ്ധു ഇല്ല. ഇപ്പൊ ദാ സിദ്ധുവിനെ കാണാനും ഇല്ല. സിദ്ധു എവിടെ പോയിന്നോ അല്ലെങ്കിൽ എന്ന് തിരിച്ചു വരുമെന്നോ ഒരു സൂചനയും നമ്മുടെ ഇപ്പൊ മുളകിൽ കൊടുക്കുന്നുമില്ല താനും. ദാ ഇപ്പൊ പുതിയ രണ്ട് കഥാപാത്രങ്ങൾ സിദ്ധുവിന്റെ അച്ഛനമ്മയും വരുന്നു എന്നും പറഞ്ഞിട്ട് നമ്മുടെ പാറമട വീട്ടിലേക്ക് വരികയാണ്. ഇനി എന്തായിരിക്കും അല്ലെ സ്ഥിതി? നിങ്ങൾക്ക് വല്ല ഗസ് ഉണ്ടോ? ആരായിരിക്കും നമ്മുടെ ലച്ചുവിന്റെ അമ്മായിയമ്മയായിട്ട് കൂടുതൽ എന്താ പറയാ സാമ്യം തോന്നുന്നത്? ഈ ഞാനിപ്പോ ഇട്ട കുറച്ച് ഫോട്ടോസ് ഒക്കെ ഉണ്ടല്ലോ, ഈ ഫോട്ടോസ് ഒക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് ആ ഒരു ഷേപ്പും ഹെയറും എല്ലാം കണ്ടിട്ട് ആരെയായിട്ടാണ് കൂടുതൽ സാമ്യം തോന്നിയിട്ടുള്ളത്? ഒന്ന് നിങ്ങൾ കമന്റ് ചെയ്യണേ, നമുക്ക് നോക്കാട്ടോ. അപ്പൊ അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ.